കോഴിക്കോട്ടും സൂര്യാതപമേറ്റ് അപകടം സംഭവിച്ചിരിക്കുന്നു. കോഴിക്കോട് വളയത്ത് അംഗൻവാടി അധ്യാപികയ്ക്കാണ് സൂര്യാതപമേറ്റത്. വളയം ചെറുമോത്തെ അംഗൻവാടി അധ്യാപിക അനിലയുടെ വലത് കൈത്തണ്ടയിലാണ് പൊള്ളലേറ്റത്. 2 ദിവസം മുൻപ് തൂണേരിയിൽ അംഗൻവാടി ഹെൽപ്പർക്കും സൂര്യാതപമേറ്റിരുന്നു. 11 മണിയായപ്പോൾ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണവും ഛർദിക്കാൻ വരുത്തും തലവേദനയും എന്നാ പറയണ്ടേ ഭയങ്കര ഒരു അവസ്ഥയാണുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൈയിൻ്റെ അടുത്തുനിന്ന് പുകച്ചൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വട്ടത്തിൽ ഒരു പൊള്ളിയതായിട്ടും കാണുന്നുണ്ട്. അന്നേരം തന്നെ മേലെ നമ്മളെ ഓഫീസറെ അറിയിച്ച് റിപ്പോർട്ട് ചെയ്ത് നേരെ അവരെ വിളിച്ചിട്ട് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് ഇത് സൂര്യാഘാതം ഏറ്റതാ. അങ്ങനെ ഗുളികയും ഒരു ഓയിൽമെൻ്റൊക്കെ എഴുതി. വിശദാംശങ്ങളുമായി വിഭീഷ, ഈ അനിലയ്ക്ക് എങ്ങനെയാണ് പരിക്കേറ്റത്? എന്താണത് സംബന്ധിച്ച് അവർ പറയുന്നത്? അവരുടെ അനുഭവം എന്താണ്? സൈഫുദ്ദീൻ, ചെറുമോത്തെ 157 നമ്പർ അംഗൻവാടി അധ്യാപികയാണ് അനില. രാവിലെ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട അംഗൻവാടിയിലേക്ക് പോകുമ്പോൾ, അതായത് അംഗൻവാടിയിൽ പോയി ഡ്യൂട്ടി തുടങ്ങിയതിനു ശേഷം 11 മണിയോടെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർക്ക് കൈത്തണ്ടയിൽ പൊള്ളലേറ്റത്. പെട്ടെന്ന് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുകയും തല ചുറ്റുകയുമായിരുന്നു. തുടർന്ന് ഇവർ വളയത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് കൈത്തണ്ടയിൽ സൂര്യാഘാതമേറ്റതായി കണ്ടെത്തിയത്. കൈയിൽ വലത് കൈത്തണ്ടയിൽ പൊള്ളലേറ്റ വലിയ പാടുമുണ്ട്. തുടർന്ന് ഇതിന് മരുന്നും മറ്റു ചികിത്സയും നൽകി ഇവരെ വിട്ടയക്കുകയായിരുന്നു. ഇപ്പോഴുള്ള ഒരു പ്രശ്നം, പകൽ സമയങ്ങളിലെ പല സമാന്തര സ്ഥാപനങ്ങളും വിദ്യാർത്ഥികൾക്കും മറ്റും ക്ലാസുകൾ നടത്തിയിരുന്നു. ഇതൊക്കെ ഏറെക്കുറെ നിലച്ചിട്ടുണ്ടെങ്കിലും അംഗനവാടികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ തന്നെ പറയുന്ന ഒരു കാര്യം, എനിക്ക് പൊള്ളലേറ്റത് കൊണ്ട് വലിയ പ്രശ്നമില്ല. അതേസമയം അംഗനവാടിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും മറ്റും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പൊള്ളലേറ്റാലുള്ള അവസ്ഥ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായി തൂണേരിയിലെ അംഗൻവാടി ജീവനക്കാരിക്കും ഇതേപോലെ പൊള്ളലേറ്റിരുന്നു. മാത്രമല്ല കക്കോടിയിൽ ഒരു സ്ത്രീക്കും സമാനമായി സൂര്യാഘാതമേറ്റിരുന്നു. പല ഭാഗത്തും ഈ കടുത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ പകൽ സമയങ്ങളിലെ ജോലി പലരും നിർത്തിവെച്ച് രാവിലെയും വൈകുന്നേരവുമാക്കി ജോലി ക്രമീകരിക്കുന്ന അടക്കമുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ നടക്കുന്നുണ്ട്. സൈഫുദ്ദീൻ.